അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലിരുത്തി ആലോചിക്കുക എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന്. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിലെന്തെങ്കിലും നല്ലൊരു മെസ്സേജ് നമുക്കുണ്ടോയെന്ന് നമ്മൾ നോക്കുക. ഞാൻ ഓരോ വീഡിയോ കാണുമ്പോഴും ഞാൻ ഒരുപാട് നമ്മൾ കോഴ്സുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ചിലവരുടെ ഒരു വാക്കിലൂടെ നമുക്കൊരു മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. മനസ്സിലായി? അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തണം നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ വെറുതെ ഏത് വീഡിയോയിലും ഒരു പറയുന്ന സന്ദേശം അതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നല്ലൊരു പോയിൻ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് നോക്കിയെടുക്കുക, അതാണ് വേണ്ടത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് മനസ്സിരുത്തി നമുക്ക് കേൾക്കുക കേട്ടോ. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ പെൺമക്കളായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് കുറികൾ വെച്ച് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യും, വീട് ലോൺ എടുത്തിട്ട് കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കും. സ്ത്രീധനം വേണ്ടാന്നൊക്കെയാണ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറയണമെങ്കിലും ഒന്നുമില്ലാതെയൊന്നും ഒരു മക്കളും എനിക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്ത് കഷ്ടപ്പെട്ട് വീടൊക്കെ ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ അവർക്ക് ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ അവർക്ക് പറയാനുള്ള കഴിവുകളും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അവിടെ ചെല്ലുമ്പോഴാണ് ഈ കുടുംബത്തിലെ ആൾക്കാരുടെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാവുക. എന്ത് സ്വഭാവമാണെന്നുള്ളതൊക്കെ മനസ്സിലായി കിട്ടുക അവിടെ ചെല്ലണ നേരത്താണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൊച്ചിന് വിവാഹം കഴിക്കുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ മക്കൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നത് കേട്ട അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിച്ചു കൊടുക്കുമ്പോൾ മക്കളോട് പറയാം, കറി വെച്ചു, കറിയിൽ ഉപ്പില്ല എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു അങ്ങനെ നിസ്സാര കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാതാപിതാക്കളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഈ മക്കൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ തൊട്ടതും പിടിച്ചതും വെച്ചതൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യണം, മക്കളെ അത് നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ഈ സ്വർണം കൊടുക്കുന്ന സമയത്ത് പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. എന്താ വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഈ ഭർത്താക്കന്മാരെ അമ്മമാർ ഈ കുട്ടികളിൽ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ അമ്മ എടുത്ത് വയ്ക്കാം, അമ്മയുടെ അലമാരിയിൽ എടുത്ത് വയ്ക്കാമെന്ന് പറയും. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു അലമാരി കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കൊടുക്കില്ലേ, ഒരു കുട്ടിക്ക് ഒരു അലമാരി കൊടുക്കാതെ ആരും വിടില്ലല്ലോ. അപ്പോൾ നമ്മുടെ അലമാരിയിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കൂടിയിട്ട് നമ്മൾ അലമാരി കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി അമ്മ ചോദിക്കുമ്പോൾ പറയാം, അത് വേണ്ട, എൻ്റെ അലമാരിയിൽ വെക്കാം എന്ന് തന്നെ പറഞ്ഞോ. ഒരു വിഷമം നമ്മൾ വിചാരിക്കേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വർണം മേടിച്ച് കൈ പിടിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർ അത്ര മുഴുവൻ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പല മക്കളും അവരെ സ്വർണം കയ്യിൽ വെച്ചിട്ട് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ പല ഇതാവുമ്പോൾ കല്യാണം തീർക്കണം. ഇപ്പം ഇന്ന് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ കല്യാണം തീർത്ത് പോവാണ്. അപ്പോൾ ആ സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത്. ഈ കുടുംബത്തിൻ്റെ ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം സ്വർണം എടുത്തിട്ട് നമ്മൾ ഒരാളെ കയ്യിൽ കൊടുക്കാനും വിൽക്കാനും പാടുള്ളൂ. ഇനിയിപ്പോൾ ആ ഭർത്താവിൻ്റെ വീട്ടിൽ വലിയൊരു സഹായത്തിൻ്റെ ഒരു ആവശ്യം വന്നു തന്നെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഞങ്ങളുടെ പേരിലേക്ക് എന്തെങ്കിലും ആക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം സ്വർണം കൊടുക്കണ്ടോ. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇങ്ങോട്ട് പോരേണ്ടി വരും. മനസ്സിലായ? പിന്നെ ആ കുട്ടികൾ ആകെ വഴിയാധാരാവുക. എന്നിട്ട് ശമ്പളം കിട്ടുന്നത് മുഴുവൻ ഭർത്താക്കന്മാരെ പേർക്കാക്കി കൊടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് വേണം കുറച്ച്. ആ ഒരു കാലത്ത് ഇന്ന് പലരും പറയണത് കേട്ടിട്ടുള്ള, പുറമെ രാജ്യങ്ങളിൽ പോയിട്ട് അമേരിക്ക അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഭർത്താക്കന്മാരെ പേരിൽ അയച്ചു കൊടുത്ത് അവർ നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ച് തിരിച്ചു വരുമ്പോൾ ആ ഭർത്താവ് ഈ ഭാര്യനെ ഉപേക്ഷിച്ച് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനത്തതൊക്കെ നമ്മുടെ സുരക്ഷിതം നമ്മളാണ് നോക്കേണ്ടത്. ഒരു 10 രൂപയായാലും എന്ത് ചെയ്യായാലും നമുക്ക് നമ്മുടെ അവിടെ സുരക്ഷിതം ഉണ്ടോ എന്ന് വിചാരിക്കുക. ആരേനും അങ്ങോട്ട് അങ്ങോട്ട് വിശ്വസിക്കേണ്ട, ഒരാളേനും വിശ്വസിക്കേണ്ട. നമുക്ക് അതുമാതിരി നമ്മൾ ഈ സ്വർണ്ണം ഉരുക്കി കൊടുക്കുമ്പോൾ ഒരു രേഖയില്ലാതെയും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ ആ രേഖ നമുക്ക് വേണം. ഭർത്താക്കന്മാർ പേടിക്കുന്നവർ വിചാരിക്കണം ഈ ഭാര്യയ്ക്ക് ഒരു അവകാശം വേണമെന്ന് പറയും. കല്യാണം കഴിഞ്ഞ് എൻ്റെ അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് അധികം ദിവസം കഴിയുമ്പോഴേക്കും സ്വർണ്ണങ്ങളെല്ലാം ഊരിയെടുത്ത് വിറ്റ് അതേ സ്വർണം പോലത്തെ സ്വർണ്ണങ്ങൾ വാങ്ങിച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാളും അങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയുന്നത്. നമുക്ക് ആവശ്യമുണ്ടോ, ഒരു സ്ഥലം മേടിക്കാനാണെങ്കിൽ ഭാര്യയും ഭർത്താവിൻ്റെയും പേരിൽ മേടിക്കുക സ്ഥലം. മനസ്സിലായി? അവൻ്റെ സമ്പാദ്യം ഉണ്ടാവുമല്ലോ, പെണ്ണിൻ്റെ സമ്പാദ്യം ഉണ്ടാവും. അപ്പോൾ അവരെ മേടിക്കുക. ഇനിയിപ്പോൾ മക്കളെ വീട്ടിലും സഹോദരങ്ങളെ ഇപ്പോൾ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്വർണ്ണം ചോദിച്ചൊന്നും വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എന്തെങ്കിലും അവകാശം നമുക്കുണ്ടോ എന്ന് നോക്കുക. ആ അവകാശം ഉണ്ടെങ്കിൽ നമുക്കത് അത് നമ്മുടെ പേരിലേക്ക് ആക്കിയതിന് ശേഷം ഈ സ്വർണം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് ഒന്ന് തീർത്തും വയ്യാതെയായിട്ട് ഉപേക്ഷിച്ച് പോകുന്ന
ഇപ്പോൾ കുറേ പേരുടെ പേരുകളായി ഞങ്ങൾക്ക് ഇത് കേൾക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കുക. പിന്നെ നമ്മളൊരു വീഡിയോ കേൾക്കുമ്പോൾ അതിൽ നല്ല സന്ദേശം ഉണ്ടോ എന്ന് നോക്കുക. നല്ല സന്ദേശം അത് ഷെയർ ചെയ്യാനും നോക്കുക. പിന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് അത് കയറാൻ പറ്റണതാണെങ്കിൽ അത് കയറ്റുക. എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യത് ഒരു ഉപകാരം ഉണ്ടാവുമോ? ഒരുപാട് ഡിഗ്രിയും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു അറിവുകൾ വെച്ച് ചിലപ്പോൾ ഒരു പഠിപ്പില്ലാത്ത ആളെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒരു അറിവ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും നോക്കുക. മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നവർ, മാതാപിതാക്കൾ മക്കൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കുക. സ്വർണ്ണം നമ്മൾ ഊരി കൊടുക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ വീട്ടിൽ അറിയിക്കാൻ പറയുക. അവരൊരുപാട് കടം മേടിച്ചിട്ട് ആർഭാടം കൂടിയിട്ടാണ് കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. ആ കല്യാണത്തിനുള്ള ചിലവിന് മുഴുവൻ ഈ പെണ്ണിൻ്റെ സ്വർണ്ണവും ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇവിടുന്ന് ലോൺ എടുത്തിട്ടാകുമ്പോൾ ആ സ്വർണ്ണം കൊടുത്തിട്ടുണ്ടാവും. അത് വരാം. അപ്പം രണ്ട് കുടുംബം ഇതാവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ആർഭാടം കുറച്ച് നമ്മൾ ചുരുങ്ങി ജീവിക്കുകയാണെങ്കിൽ, ചുരുങ്ങി കഴിക്കുകയാണെങ്കിൽ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ അതൊന്നല്ല. ഇന്ന് അവൻ്റെ കുട്ടീനെ എങ്ങനെ കല്യാണം കഴിച്ചു, എൻ്റെ കുട്ടീനെ അതുപോലെ കല്യാണം കഴിക്കണം. ഇന്നിപ്പോൾ ഒരു ദിവസത്തെ കല്യാണം പോയിട്ട് ദിവസങ്ങളോളം മാറിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് മരണം വരെ ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. അതാരും മറന്നു പോകരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു സന്ദേശം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ നന്നായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും കൂടി പറയണേ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം കേട്ടോ.